പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആകെ 2.69 കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ജനത്തിന് എങ്ങനെയാണ് ഈ പട്ടിക പരിശോധിക്കാൻ കഴിയുക? എത്ര പേർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്? റോഷ്നി, ഇലക്ഷൻ കമ്മീഷന്റെ പോർട്ടൽ വഴിയും വെബ്സൈറ്റ് വഴിയുമൊക്കെ പരിശോധിച്ച ഓരോരുത്തർക്കും അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. നിലവിൽ അന്തിമ വോട്ടർ പട്ടിക, അത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തുടർച്ചയായിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ആ പട്ടികയിൽ 2,69,53,644 പേരാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചത്. അതിൽ പുതിയ വോട്ടർമാർ 18 മുതൽ 19 വയസ്സ് വരെ പ്രായപരിധിയുള്ള വോട്ടർമാർ ഏതാണ്ട് 4,24,518 പേരുണ്ട്. ഇത്രയും പേരുടെ പേരുകളാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചത്. ഏതാണ്ട് 53,000-ഓളം പേരെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് അപേക്ഷാ ഫോമുകൾ വന്നിരുന്നു. ഇനിയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് അപേക്ഷാ ഫോമുകൾ നൽകാൻ കഴിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി, അവസാന തീയതി വരെ പുതുതായി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് അപേക്ഷ നൽകാൻ കഴിയും. ഏതായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാൻ കഴിയും. അതാത് ബൂത്തുകൾ, നിയോജകമണ്ഡലമൊക്കെ വെച്ചുകൊണ്ട് അത് പരിശോധിച്ച് ഉറപ്പുവരുത്താം. അതിനുശേഷമാണ് ഇല്ലാത്തവർക്ക് പുതിയ ഫോം വഴി പുതുതായി വോട്ട് ചേർക്കുന്നതിന് പോലെ തന്നെ പുതിയ ഫോം നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകാനുള്ള അവസരവുമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് അറിയിക്കുന്നു. ഏതായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അത് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. എല്ലാ പരാതികൾക്കും ഇടയിൽ, പ്രതിഷേധങ്ങൾക്കിടയിലാണ് സംസ്ഥാനത്ത് അത് പൂർത്തിയാകുന്നത്. ഏതാണ്ട് 15 ലക്ഷത്തിനടുത്തെങ്കിലും വോട്ടർമാരെ നേരത്തെയുള്ള പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ആകെ ഒഴിവാക്കപ്പെട്ടു എന്നാണ് ഏതാണ്ട് കണക്ക്. കൃത്യമായ ഒരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ പുറത്തുവിട്ടില്ല. നേരെ മറിച്ച് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ വോട്ടർ പട്ടികയിൽ നിന്നും 53,000-ലേറെ പേരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ശരി, റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.